ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. ജപ്പാനും കേരളവും തമ്മിലുള്ള സാമ്പത്തിക സാംസ്കാരിക ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി സംഘടിപ്പിക്കുന്ന ജപ്പാൻ മേളയുടെ 3ാം പതിപ്പ് കൊച്ചിയിൽ നടക്കും. ഇൻഡോ ജപ്പാൻ ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിക്കുന്ന മേള കൊച്ചി റമദ റിസോർട്ടിൽ ഒക്ടോബർ 16 മുതൽ 18 വരെ ആയിരിക്കും. ജപ്പാനിലെയും കേരളത്തിലെയും വ്യവസായ സംരംഭകർ, സ്ഥാപനങ്ങൾ, സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ തുടങ്ങിയവർ മേളയിൽ പങ്കെടുക്കും. കോഴിക്കോട് ജില്ലയിലെ പ്രവാസികൾക്കും പ്രവാസി സംരംഭകർക്കുമായി നോർക്ക ബിസിനസ് ഫെസിലിറ്റേഷൻ സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ നോർക്ക പ്രവാസി ബിസിനസ് കണക്റ്റ് സംഘടിപ്പിക്കുന്നു. സെപ്റ്റംബർ 25-നാണ് പരിപാടി. സൗജന്യമായി സംഘടിപ്പിക്കുന്ന ബിസിനസ് കണക്റ്റിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ 2025 സെപ്റ്റംബർ 15-നകം പേര് രജിസ്റ്റർ ചെയ്യണം. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 40 പേർക്കാണ് പ്രവേശനം. വാട്സാപ്പ് അക്കൗണ്ട് ഹാക്ക് ചെയ്ത് തട്ടിപ്പ് നടത്തുന്ന രീതി വ്യാപകമാകുന്നു. പൊതുജനങ്ങൾക്ക് കേരള പോലീസ് മുന്നറിയിപ്പ് നൽകി. അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്ത് ദുരുപയോഗപ്പെടുത്തി വ്യക്തിഗത വിവരങ്ങൾ കൈക്കലാക്കൽ, ആൾമാറാട്ടം നടത്തിയുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ തുടങ്ങി നിരവധി സൈബർ കുറ്റകൃത്യങ്ങളാണ് നടന്നുവരുന്നത്. തട്ടിപ്പുകാർ സാധാരണക്കാരെ ഫോണിൽ വിളിച്ച് വിശ്വാസം നേടിയെടുക്കുകയോ SMS ഫോണിൽ അയച്ച് OTP പോലുള്ള രേഖകൾ കൈക്കലാക്കുകയും തുടർന്ന് അക്കൗണ്ടുകൾ അവരുടെ ഫോണിലോ ലാപ്ടോപ്പിലോ ലോഗിൻ ചെയ്യുകയും ചെയ്യുന്നു. ഹാക്കർമാർ ഉടമയുടെ പേരിൽ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും പണം ആവശ്യപ്പെട്ടുള്ള വ്യാജ സന്ദേശങ്ങൾ അയക്കും. ഇതിലൂടെ മറ്റുള്ളവരുടെ അക്കൗണ്ടുകൾ കൂടി ഹാക്ക് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള തട്ടിപ്പിനെ പ്രതിരോധിക്കാൻ വാട്സാപ്പിൽ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഉടൻ സജ്ജമാക്കുക. ഫോണിൽ വരുന്ന OTPകൾ ഒരിക്കലും മറ്റാരുമായും പങ്കുവയ്ക്കാതിരിക്കുക. അജ്ഞാതമായ ലിങ്കുകളിലോ APK ഫയലുകളിലോ ഒരിക്കലും ക്ലിക്ക് ചെയ്യാതിരിക്കുക. സംശയാസ്പദമായി തോന്നുന്ന സന്ദേശങ്ങൾക്ക് മറുപടി നൽകാതിരിക്കുക. കുറ്റകൃത്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അധികൃതരെ അറിയിക്കുക തുടങ്ങിയവയാണ് പോലീസിന്റെ നിർദ്ദേശങ്ങൾ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കഴിഞ്ഞ വർഷത്തെ ആദായ നികുതി റിട്ടേണുകൾ പിഴയില്ലാതെ സമർപ്പിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. 6 കോടിയിലധികം റിട്ടേണുകൾ ഇതുവരെ ലഭിച്ചതായാണ് ആദായ നികുതി വകുപ്പ് അറിയിച്ചത്.